നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പുത്തൻ പീടികയിൽ മരുന്ന് മാലിന്യം കത്തിച്ചത് അധികൃതർ പിടികൂടി. കനത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന ഏങ്ങണ്ടിയൂരിൽ മാസങ്ങളായി വെള്ളം പാഴാകുന്നു. പെരിങ്ങോട്ടുകര താനെത്ത് മഠം സർപ്പക്കാവിൽ ആയില്യ മഹോത്സവം ആഘോഷിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. പുത്തൻ പീടികയിൽ മരുന്ന് മാലിന്യം കത്തിച്ചത് അധികൃതർ പിടികൂടി. പുത്തൻ പീടികയിൽ പ്രവർത്തിക്കുന്ന എൻഹാൻസ് ഫാർമ എന്ന മൊത്ത വ്യാപാര കേന്ദ്രത്തിൽ മരുന്ന് മാലിന്യം കത്തിക്കുകയും പ്രദേശത്ത് പുക മൂലം ജനങ്ങൾക്ക് ദുർഗന്ധവും ശ്വാസം മുട്ടും അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പി ബിനോയ്, അശ്വതി സിദ്ധാർത്ഥൻ, പഞ്ചായത്ത് സ്റ്റാഫായ വിനീത, ജിഗേഷ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് എത്തി. പഞ്ചായത്തിലേക്ക് റിപ്പോർട്ട് നൽകി സ്ഥാപനത്തിനെതിരെ പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. ജനപ്രതിനിധികളായ CL ജോബി, AK ബിജു, വ്യാപാരി വ്യവസായി സംഘടനാ പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പെരിങ്ങോട്ടുകര താനെത്ത് മഠം ബ്രഹ്മരക്ഷസ് ഭഗവതി സർപ്പക്കാവിൽ ആയില്യ മഹോത്സവം ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ രക്ഷസിനും ഭഗവതിക്കും പൂജ, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ എന്നിവയുണ്ടായിരുന്നു. കിഴക്കേ ചെറുമുക്ക് മനയിൽ ജയകൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. വൈകുന്നേരം ചുറ്റുവിളക്ക്, നാഗയക്ഷിക്ക് രൂപക്കളം, പുള്ളുവൻ പാട്ട്, അന്നദാനം എന്നിവ നടന്നു. ബുധനാഴ്ച വൈകിട്ട് ചുറ്റുവിളക്ക്, ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്, ദേവിയുടെ രൂപക്കളം, തോറ്റംപാട്ട്, അന്നദാനം എന്നിവയാണ് പ്രധാന ചടങ്ങുകളായി നടന്നത്. വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടപ്പന്തലിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്ര മേൽശാന്തി TK സുധൻ ശാന്തി ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു. നടപ്പന്തൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലേക്കുള്ള സംഭാവന വെങ്ങാലി പ്രതാപനും വിമലയും ക്ഷേത്ര ഭാരവാഹികൾക്ക് നൽകി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി AN സിദ്ധപ്രസാദ്, ട്രഷറർ KK ശ്രീരാമൻ, EVN പ്രേംദാസ്, ഗൗരി, ശശി മാറാട്ട്, ഷാജി പുളിക്കൽ, MG രഘുനന്ദനൻ, രാമദാസ് ചുക്കൂട്ട്, സുകുമാരി മോഹൻ, പ്രേമ ശശിധരൻ, സജി ഷാജി, തങ്കമണി ത്രിവിക്രമൻ, അംബിക, സിന്ധു, സിദ്ധപ്രസാദ്, ലക്ഷ്മി തിലകൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് നമ്മുടെ ക്ഷേത്രം ഏറ്റവും ചെറിയ രീതിയിൽ നിന്ന് ഓരോ കാലത്ത് അതിൻ്റെ ഭാരവാഹികളായിരുന്നവർ വളരെയധികം കഷ്ടപ്പെട്ട് ആളുകളെ സമീപിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് പ്രസാദ് വാഴക്കുളത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പിന്നെ പന്തലിന് കാൽനാട്ട് കർമ്മം ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വളരെ ചെറുപ്പത്തിൽ പൂജാരിയായി വരികയും പിന്നീട് നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി ക്ഷേത്രങ്ങൾക്ക് തന്ത്രിയാവുകയും നിരവധി ശിക്ഷാ പരമ്പരകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്നും നമ്മുടെ ക്ഷേത്രത്തെ മേൽശാന്തിയായി നമുക്കെല്ലാം സ്നേഹവും അനുഗ്രഹവും മറ്റെല്ലാ രീതിയിലും നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ നേർവഴിക്ക് നടത്തുന്ന പ്രിയപ്പെട്ട സുധൻ ശാന്തിയാണ്. മതിലക ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ആശുപത്രിയുടെ കീഴിൽ നടത്തിവരുന്ന വിവിധ ദേശീയ ആരോഗ്യ പരിപാടികൾ, മറ്റു സേവനങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ചാണ് സ്ഥാപനത്തിന് അംഗീകാരം നൽകിയത്. 92.91 മാർക്കോടെയാണ് സ്ഥാപനം ഈ അംഗീകാരം കരസ്ഥമാക്കിയത്. ഈ ദേശീയ അംഗീകാരത്തിന് 3 വർഷത്തെ കാലാവധിയാണുള്ളത്. ഓരോ വർഷവും 2 ലക്ഷം രൂപ വീതം 6 ലക്ഷം രൂപ ദേശീയ അംഗീകാരം ലഭിച്ച വകയിൽ ആശുപത്രിക്ക് ലഭിക്കും.
ദേശീയ അംഗീകാരം കരസ്ഥമാക്കിയ മതിലകം കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തകരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഗീതയ്ക്ക് സമ്മാനിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ.എസ്. രാമദാസ്, വൈസ് പ്രസിഡന്റ് പി.എം. ആൽഫ, പഞ്ചായത്ത് അംഗം സുനിൽ പി. മേനോൻ, മറ്റംഗങ്ങൾ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി. കെ. റഫീഖ്, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഇ.ടി. ടൈസൺ എം.എൽ.എയും കുടുംബാരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണപ്പുറം ഫൗണ്ടേഷൻ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് പദ്ധതി വിശദീകരണം നടത്തി. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി. കെ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി 46 പേർക്ക് 2,40,000 രൂപയുടെ ചികിത്സാ ധനസഹായം കൈമാറി. മണപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധികളായ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, സെന്റർ ഹെഡ് മഹിമ, കൗൺസിലിംഗ് സെന്റർ ജോസഫ് ജോസ്, സോഷ്യൽ വർക്കർമാരായ ജിഷ്ണു ബിജു, അഖില PL, ഫാത്തിമ ഷെറിൻ, ഗ്രേസ് തോമസ്, ജസീല മോൾ N, ആദിത്യ S. ഭാനു എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഇടവേള. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമ ബ്ലോക്ക് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷീബ മുരളി, സുജിത സലീഷ് എന്നിവർക്കുമാണ് സ്വീകരണം നൽകിയത്. വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ സമ്മേളനം വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി. പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ. ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KV ശരചന്ദ്രൻ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ CS നിഷാദ്, KS ജബ്ബാർ, യൂണിറ്റ് ഭാരവാഹികളായ EK ഉത്തമൻ, KO ആന്റണി, CV അശോകൻ, സീന ഉമേഷ്, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ CP ഉല്ലാസ്, പ്രവീൺ കമ്മാറ, സായിദ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 5 വർഷവും ചേർന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സമയം പുലർത്തുന്ന ആളുകളാണ് പഞ്ചായത്ത് മെമ്പർമാര്. അതേപോലെ തന്നെ 12 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂർ ഇവിടുത്തെ ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് കച്ചവടക്കാർ. ജീവിക്കാൻ യാതൊരു മാർഗമില്ലാതെ
കച്ചവടം കണ്ടുപിടിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാരിൽ ഭൂരിപക്ഷം പേരും. അല്ലാണ്ട് നമ്മൾക്ക് വേറെ ജോലിയൊന്നും കിട്ടില്ലാന്ന് ഉറപ്പായപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ഞാനടക്കം 1975 SSLC കഴിഞ്ഞിട്ട് മറ്റു മാർഗങ്ങളിൽ ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയും 4 വർഷമോടെ കാര്യങ്ങളൊക്കെ പഠിച്ച് 80 ഏങ്ങണ്ടിയൂർ ഏത്തായി ദേശീയപാത സർവീസ് റോഡിൽ മാസങ്ങളായി കുടിവെള്ളം പാഴാവുകയാണ്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. ഈ ഭാഗത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നത്. പൈപ്പ് പൊട്ടിയത് മൂലം റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. പലതവണ ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ദേശീയപാതയിലുള്ള കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ദേശീയപാത കരാർ കമ്പനിയാണ് എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയാണ് ഏങ്ങണ്ടിയൂർ. അടിയന്തരമായി കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തി പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെനസ്വലയിലെ അമേരിക്കൻ അധിനിവേശത്തിൽ പ്രതിഷേധിച്ച് CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വാടനപ്പള്ളി സെന്ററിൽ നടത്തിയ പ്രതിഷേധ ധർണ CPM ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BA ഷാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KC പ്രസാദ്, CM നിസാർ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, TN ഉദയകുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈന മുഹമ്മദ്, AA യൂസഫ്, KC സുധ, KK അനിൽകുമാർ, പ്രമീള ബൈജു എന്നിവർ സംസാരിച്ചു. വളരെ മുമ്പ് തന്നെ സാമ്രാജ്യ ശക്തിയായ അമേരിക്ക മൂന്നാം ലോക രാജ്യങ്ങളെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും ഒക്കെ തന്നെ കണ്ണുവെച്ചുകൊണ്ട് അതിനെ വരുതിയിലാക്കാനും കീഴ്പ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നാളുകൾക്ക് മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വെനിസുല എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് രാഷ്ട്രത്തെ. ആ വെനിസുല കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്, ഒരു ഇടതുപക്ഷ ഭരണമാണ് വെനിസുലയിൽ നടക്കുന്നത്. ഇടതുപക്ഷ ഭരണമാണ് അമേരിക്കയുടെ മൂക്കിന് താഴെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസുലയിൽ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സാമ്രാജ്യത്തെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിരവധി വർഷങ്ങളായി ഇവിടെ യുഗ ഷാവേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ലയൺസ് ക്ലബ്ബ് ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ പ്രോജക്ട് പ്രകാരം വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് മണലൂർ ഓട്ടിസം സ്പെഷ്യൽ സ്കൂളിലേക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകി. റീജിയൻ ചെയർമാൻ MM ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി റിലീഷ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുപ്രീം കോർഡിനേറ്റർ പീതാംബരന്റെ ആരംഭത്ത് പദ്ധതി വിശദീകരണം നടത്തി. സോൺ ചെയർപേഴ്സൺ PB സുനിൽകുമാർ, അമൃത ജയപ്രകാശ്, KR മോഹനൻ, MB ബിജിത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ ജിലി, ലിനി എന്നിവർ സംസാരിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ തവണ അദ്ദേഹം ഒരു ക്ലോത്ത് ബാങ്ക് ആയിരുന്നു, അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു പോർട്ട്ഫോളിയോ കൊടുത്ത് വിജയിപ്പിക്കുന്നുള്ള ഉറപ്പോടുകൂടി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത്. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങളുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും ആഘോഷിക്കാനും കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ പരിപാടി വളരെ സന്തോഷത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ വർഷം ചെറിയ ചെറിയ ദുഃഖങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരു ഇടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. വീണ്ടും വാർത്തകളിലേക്ക്. മണലൂർ ഗ്രാമപഞ്ചായത്ത് കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിയായ അശ്വമേധം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വിനീത് പാറമേൽ അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ബേബി പദ്ധതി വിശദീകരണം നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി ജെ ദേവസി, അനീഷ പ്രസാദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പി ബി പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി 4ാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, എതിർത്ത് പൂജ, നവകപൂജ, ശ്രീഭൂതബലി, മധ്യാഹ്നപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, തിരുവല്ലാമല ജയൻ, പല്ലാവൂർ ശ്രീകുമാർ, പല്ലാവൂർ ആദിത്യൻ എന്നിവരുടെ ഇടയ്ക്ക് തായമ്പക എന്നിവ ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തടുത്ത്, സെക്രട്ടറി ഹരിദാസ് ആലയ്ക്കൽ, ട്രഷറർ കെ കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൗരി, സി കെ പാറൻകുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഹരിതകർമ്മസേന CITU നാട്ടിക പഞ്ചായത്ത് കൺവെൻഷനും CPM ത്രിതല പഞ്ചായത്ത് മെമ്പർമാരെ അനുമോദിക്കലും നടന്നു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഒരു നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ആശയം നമുക്ക് ആവശ്യമാണ്. നമ്മളുടെ മാലിന്യ സംസ്കരണത്തിന് ഇത്തരം രീതിയിലൊരു മേഖല തുറന്നു വയ്ക്കേണ്ടതുണ്ട്. അതിന് നമ്മളുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് തന്നെ ആളുകളെ സംഘടിപ്പിക്കുകയും ആ ആളുകളെ കൊണ്ട് നമ്മളുടെ നാട്ടിലെ മുഴുവൻ വീടുകളിലെയും ആ വീട്ടുകാർക്ക് സംസ്കരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ചെറിയ യൂസർ ഫീ ഈടാക്കിക്കൊണ്ട് അവയെ ഒരു സംരംഭം എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി മാലിന്യ മുക്ത നവകേരളം സൃഷ്ടിക്കുക എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഹരിതകർമ്മസേന എന്ന സേനയ്ക്ക് കേരള ഗവൺമെന്റ് രൂപം കൊടുത്തിട്ടുള്ളത്. കോർഡിനേഷൻ കൺവീനർ KS അജയൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം PI സജിത മുഖ്യാതിഥിയായി. ഹരിതകർമ്മസേന CITU ട്രഷറർ നസീമ K, സെക്രട്ടറി ജിനി ബിനീഷ് എന്നിവർ സംസാരിച്ചു. CPM ത്രിതല പഞ്ചായത്ത് തല ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം CPM ലോക്കൽ സെക്രട്ടറി KP ഹംസ നിർവഹിച്ചു. ജനപ്രതിനിധികളായ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അമൽ ടി പ്രേമൻ, PI സജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ, പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, KK സന്തോഷ്, പവിത്രൻ KV എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പുത്തൻ പീടികയിൽ മരുന്ന് മാലിന്യം കത്തിച്ചത് അധികൃതർ പിടികൂടി. കനത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന ഏങ്ങണ്ടിയൂരിൽ മാസങ്ങളായി വെള്ളം പാഴാകുന്നു. പെരിങ്ങോട്ടുകര താനെത്ത് മഠം സർപ്പക്കാവിൽ ആയില്യ മഹോത്സവം ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.